കഥയുടെ തുടക്കത്തിൽ തന്നെ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് പാണ്ഡവന്മാരെയെല്ലാം കൊന്ന ശേഷം കൗരവപക്ഷത്തുള്ള അശ്വത്ഥമാവ് അഭിമന്യുവിന്റെ ഭാര്യയുടെ വയറ്റിലുള്ള കുഞ്ഞിനെയും കൊന്നുകളയുകയാണ്. എന്നാൽ ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ കൊന്നുകളഞ്ഞതിന് ഭഗവാനായ കൃഷ്ണൻ അശ്വത്ഥമാവിന്റെ അടുത്തേക്ക് വന്ന് പറയും, നീ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി അടുത്ത ജന്മത്തിൽ ഞാൻ ഒരു അമ്മയുടെ വയറ്റിൽ കൽക്കി അവതാരമായി ജനിക്കും. അമ്മയും കുഞ്ഞിനെയും സംരക്ഷിക്കുകയാണ് നിന്റെ ദൗത്യം. അതുവരെ നീ നരകിച്ച് ജീവിക്കട്ടെ എന്ന് ഭഗവാൻ കൃഷ്ണൻ അശ്വത്ഥമാവിനെ ശപിക്കും. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകും. ഭൂമിയിൽ ഇപ്പോൾ വർഷം 2898 ആണ്. എന്നാൽ അപ്പോഴേക്കും ഭൂമി ഒരു വാസയോഗ്യമല്ലാത്ത സ്ഥലമായി മാറും. ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളും തന്നെ നശിച്ച് ഭൂമിയിൽ വെള്ളമില്ലാത്ത അവസ്ഥയാകും. ഭൂമിയിൽ കാശിയിൽ മാത്രമാണ് അല്പമെങ്കിലും ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയുള്ളത്. അങ്ങനെ എവിടെ നിന്നോ കുറെ ആളുകൾ തങ്ങളുടെ കുട്ടികളെയും കൊണ്ട് ജീവിക്കാനായി കാശിയിലേക്ക് വരികയാണ്. എന്നാൽ കാശിയിലെത്തിയ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കിളവൻ തൻ്റെ കയ്യിൽ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത് കണ്ട കാശി ഭരിക്കുന്ന ദുഷ്ടശക്തിയിൽപ്പെട്ട ഒരുത്തൻ ഇവിടെ ദൈവങ്ങളെ ആരാധിക്കുന്നത് ബാൻ ചെയ്തിരിക്കുകയാണ് എന്ന് പറയും. എന്നാൽ അതിനുശേഷം അവരോടൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീകളെയും പെൺകുഞ്ഞുങ്ങളെയും മാത്രം ലോക്കർ റൂമിലേക്ക് മാറ്റി അവരുടെ സുപ്രീം കമാൻഡന്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനായി ഒരുങ്ങും. എന്നാൽ അവരുടെ കൂട്ടത്തിലെ റേ എന്നു പേരുള്ള പെൺകുഞ്ഞിനെ ആ ദുഷ്ടന്മാർ കാണാതെ ഒരാൾ ഒളിപ്പിക്കും. എന്നാൽ ആ രക്ഷിച്ച ആൾ വന്നിരിക്കുന്നത് കാശിയിൽ നിന്നും വളരെ ദൂരെയുള്ള ശംബാല എന്ന സ്ഥലത്തു നിന്നാണ്. കാശിയിൽ ഒരു സ്ത്രീ പ്രഗ്നൻ്റായിരിക്കുന്നു എന്നറിഞ്ഞാണ് അയാൾ അവിടേക്ക് വന്നിരിക്കുന്നത്. ഈ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും അവരെ രക്ഷിക്കാനായി കൽക്കി അവതാരത്തിൽ ഭഗവാനാണോ ജനിക്കാൻ പോകുന്നതെന്ന് അറിയാനായി പ്രഗ്നൻ്റായ പെണ്ണിൻ്റെ വയറ്റിലേക്ക് ഒരു കല്ല് വെച്ച് നോക്കും. എന്നാൽ അപ്പോഴേക്കും ആ ദുഷ്ടന്മാർ അങ്ങോട്ടേക്ക് വന്ന് അവരെ രണ്ടുപേരെയും പിടിക്കും. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആ പെൺകുഞ്ഞിന് അയാളുടെ കയ്യിൽ നിന്നും തെറിച്ച് വീണ ആ കല്ല് കിട്ടും. എന്നിട്ട് ആ ഗർഭിണിയെയും അയാളെയും ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരും. എന്നാൽ അപ്പോഴേക്കും കാശിയിലെ എല്ലാ സൗകര്യങ്ങളുമുള്ള കോംപ്ലക്സിനുള്ളിൽ നിന്നും വില്ലന്മാരുടെ ലീഡറായ യസ്കിൻ എന്നു പേരുള്ള ഒരുത്തൻ അങ്ങോട്ടേക്ക് വന്ന് ആ നിറഗർഭിണിയെ അവിടെ വെച്ച് കൊല്ലും. കാശിയിലെ എല്ലാവരെയും അടക്കി ഭരിക്കുന്നത് യസ്കിനാണ്. കോംപ്ലക്സിന് പുറത്തുള്ള പാവപ്പെട്ട ആളുകൾക്ക് കോംപ്ലക്സിനുള്ളിൽ കയറി സുഖ സൗകര്യത്തോടെ ജീവിക്കണമെങ്കിൽ യസ്കിന് 1 മില്യൺ യൂണിറ്റ്സ് കൊടുക്കണം. കാശിയിലെ പണമായി കണക്കാക്കുന്നത് യൂണിറ്റ്സ് ആണ്. ഇതേസമയം ആ വില്ലന്മാരുടെ കണ്ണ് വെട്ടിച്ച് ശംബാലയിൽ നിന്ന് ഒരുത്തൻ കാശിക്കുള്ളിലേക്ക് കടക്കും. അവനെ പിടിക്കാനായി ആ വില്ലന്മാർ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അതേസമയം തന്നെ ഭൈരവനും അങ്ങോട്ടേക്ക് വരും. ഇതിൽ നിന്ന് കാശിക്കുള്ളിലേക്ക് കയറിയ പയ്യനെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ പിടിച്ചു കൊടുക്കുന്ന ആൾക്ക് ഒരുപാട് യൂണിറ്റ്സ് കിട്ടും. അങ്ങനെ ഒരുപാട് യൂണിറ്റ്സ് ആകുമ്പോൾ ഉപയോഗിച്ച് കോംപ്ലക്സിനുള്ളിൽ കയറി സന്തോഷത്തോടെ ജീവിക്കാമെന്നും കരുതിയാണ് ഭൈരവനും അങ്ങോട്ടേക്ക് വന്നത്. ഭൈരവൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അടിച്ചു വീഴ്ത്തി കാരിൽ നിന്ന് വന്ന പയ്യനെ തൻ്റെ കസ്റ്റഡിയിലാക്കും. അതിനുശേഷം നമ്മൾ കാണുന്നത് കാശിയിലെ കോംപ്ലക്സിനുള്ളിലുള്ള സർവൻ്റായ കുറേ പെൺകുട്ടികളെയാണ്. കോംപ്ലക്സിനുള്ളിലുള്ള എല്ലാ പ്രഗ്നൻ്റായ ലേഡീസിനെയും സംരക്ഷിക്കുകയാണ് അവരുടെ ജോലി. അപ്പോഴേക്കും യസ്കിൻ്റെ അടുത്തേക്ക് അവിടെയുള്ള സയൻറ്റിസ്റ്റ് ഒരു ഗർഭിണിയെ കൊണ്ടുവരും. കോംപ്ലക്സിനുള്ളിലുള്ള അടിമ സ്ത്രീകളെ അവർ ആർട്ടിഫിഷ്യലായി പ്രഗ്നൻ്റ് ആക്കി അവരുടെ എക്സ്ട്രാക്റ്റ് എടുത്ത് സുപ്രീം യസ്കിന് കൊടുക്കുകയാണ് അവരുടെ ജോലി. അങ്ങനെ നിറഗർഭിണിയായ ആ പെൺകുട്ടിയെയും ചേംബറിലേക്ക് കയറ്റി അവളുടെ എക്സ്ട്രാക്റ്റ് എടുക്കുകയാണ് അവർ. എക്സ്ട്രാക്റ്റ് എടുത്ത ഉടനെ തന്നെ അവൾ മരണപ്പെട്ട് താഴത്തെ ചേംബറിലേക്ക് പോവുകയാണ്. അതിനുശേഷം ആ സയൻറ്റിസ്റ്റ് യസ്കിനോട് പറയും, നിങ്ങൾ എന്തിനാണ് ഇത്രയും പെൺകുട്ടികളുടെ എക്സ്ട്രാക്റ്റ് എടുക്കുന്നത്? അതിൻ്റെ കാരണം എനിക്ക് അറിയണം. അതുകൊണ്ട് നിങ്ങളുടെ ഹെഡായ സുപ്രീം യസ്കിനെ കാണാൻ എനിക്ക് അനുവാദം വേണമെന്ന് പറയും. അതിനുശേഷം യസ്കിൻ സുപ്രീം യസ്കിനെ കാണാനായി സയൻറ്റിസ്റ്റിനെയും കൊണ്ട് സുപ്രീം യസ്കിൻ്റെ കാവൽക്കാരൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് സുപ്രീം യസ്കിൻ്റെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്കും വിചിത്രരൂപിയായ സുപ്രീം യസ്കിൻ സയൻറ്റിസ്റ്റിനോട് വന്ന് പറയും, എനിക്ക് 150 ദിവസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീയുടെ എക്സ്ട്രാക്റ്റാണ് വേണ്ടത്. പക്ഷേ ഇതുവരെ ഒരു സ്ത്രീയും 150 ദിവസം വരെ ജീവിച്ചിരുന്നിട്ടില്ല. അതുകൊണ്ട് ഒരു സ്ത്രീയിൽ നിന്ന് എക്സ്ട്രാക്റ്റ് കിട്ടാത്തത് കൊണ്ടാണ് 150 സ്ത്രീകളിൽ നിന്ന് എക്സ്ട്രാക്റ്റ് എടുക്കുന്നതെന്ന് പറയും. എന്നാൽ അതിനുശേഷം ഇന്നെടുത്ത എക്സ്ട്രാക്റ്റ് സയൻറ്റിസ്റ്റ് സുപ്രീം യസ്കിന് കൊടുക്കും. എന്നാൽ അത് വിഷമാണെന്ന് മനസ്സിലാക്കിയ സുപ്രീം യസ്കിൻ ആ വിഷം ആ സയൻറ്റിസ്റ്റിന് തന്നെ കൊടുത്ത് അയാളെ കൊല്ലും. സുപ്രീം യസ്കിൻ തൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഗർഭിണികളുടെ എക്സ്ട്രാക്റ്റ് എടുത്ത് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇതേ സമയം കോംപ്ലക്സിലെ ജോലിക്കാരിയായ സുമയും പ്രഗ്നൻ്റ് ആയിരുന്നു. എന്നാൽ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അവളുടെ കൂട്ടുകാരി കൃപ കാണും. അങ്ങനെ അവൾ കൃപയോട് കാര്യങ്ങളൊക്കെ പറയും. താൻ പ്രഗ്നൻ്റ് ആണെന്ന് കോംപ്ലക്സിലുള്ള ആർക്കും തന്നെ അറിയില്ല. ഇപ്പോൾ 150 ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്ന് കൃപയോട് പറയും. എന്നാൽ നീ പേടിക്കേണ്ട, കോംപ്ലക്സിലുള്ള സയൻറ്റിസ്റ്റുകൾ അറിഞ്ഞാൽ നിൻ്റെയും എക്സ്ട്രാക്റ്റ് എടുക്കും. അതുകൊണ്ട് ഞാൻ ആരോടും പറയില്ല എന്ന് കൃപ സുമയോട് പറയും. എന്നാൽ ഇതേ സമയം ഭൈരവൻ ശംബാലയിൽ നിന്ന് വന്നവനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് അവനോട് പറയും, കോംപ്ലക്സിലുള്ളവർ നിന്നെ പിടിക്കുന്നവർക്ക് ഇനിയും പണം കൂട്ടും. അപ്പോൾ ഞാൻ കോംപ്ലക്സിലുള്ളവർക്ക് നിന്നെ കൊടുക്കും.
അപ്പോഴെനിക്ക് കൂടുതൽ യൂണിറ്റ്സ് കിട്ടുമെന്ന് അവനോട് പറയും. അപ്പോഴേക്കും അവൻ ഭൈരവനോട് നീ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് ഭൈരവനോട് ചോദിക്കും. അങ്ങനെ ഭൈരവൻ അവനോട് തൻ്റെ കഥ പറയാനായി തുടങ്ങും. ഭൈരവൻ വളരെയധികം കുഞ്ഞായിരിക്കുമ്പോഴാണ് അവൻ്റെ മാസ്റ്ററിന് അവനെ കിട്ടുന്നത്. അങ്ങനെ അവൻ്റെ മാസ്റ്ററാണ് അവനെ വളർത്തുന്നത്. എല്ലാ അടവുകളും പഠിപ്പിച്ച് അവനെ നല്ലൊരു യോദ്ധാവാക്കും. എന്നാൽ ഒരിക്കൽ മാസ്റ്ററിന് ഭൈരവനെ യൂണിറ്റ്സിന് വിൽക്കേണ്ടി വരും. എന്നാൽ മാസ്റ്റർ തന്നെ വിൽക്കാൻ പോകുന്നു എന്നറിഞ്ഞ ഭൈരവൻ അതിനു മുൻപേ തന്നെ മാസ്റ്ററിനെ വിൽക്കും. അങ്ങനെ മാസ്റ്ററിനെ അവർ പിടിച്ചുകൊണ്ടുപോകാൻ നേരം മാസ്റ്റർ ഭൈരവനോട് പറയും നീ ചെയ്തതാണ് ശരിയെന്ന്. അതിനുശേഷം ഭൈരവൻ തൻ്റെ മാസ്റ്ററിനെ കണ്ടിട്ടില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഭൈരവൻ്റെ ഗേൾഫ്രണ്ടായ റോസി അവനോട് വന്ന് പറയും എനിക്കിപ്പോൾ കോംപ്ലക്സിനുള്ളിലാണ് ജോലി, നിനക്ക് കോംപ്ലക്സിൽ കയറണമെന്നല്ലേ ജീവിതാഭിലാഷം, തൽക്കാലത്തേക്ക് ഞാൻ അവിടെ ഒരു കോൺട്രാക്ട് ജോലി സെറ്റാക്കി തരാമെന്നും പറഞ്ഞ് ഭൈരവനെയും കൊണ്ട് റോസി കോംപ്ലക്സിനുള്ളിലേക്ക് പോകും. കോംപ്ലക്സിനുള്ളിൽ എത്തുമ്പോഴാണ് ഭൈരവൻ തനിക്കിവിടെ 1 മണിക്കൂർ ജോലി മാത്രമേ ഉള്ളൂ എന്ന് അറിയുന്നത്. അങ്ങനെ അവൻ റോസിയോട് പറയും എനിക്ക് ഈ കോംപ്ലക്സ് മുഴുവൻ ചുറ്റിക്കാണണമെന്നും പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് കോംപ്ലക്സിനുള്ളിലേക്ക് പോകും. കോംപ്ലക്സിനുള്ളിലെ മായിക ലോകം കണ്ട് അവൻ ആകെപ്പാടെ അന്തം വിട്ടു പോകും. എന്നാൽ കോംപ്ലക്സിനുള്ളിൽ അവൻ ഇല്ലീഗലായി കടന്നുവെന്ന് മനസ്സിലാക്കിയ കോംപ്ലക്സിലെ സെക്യൂരിറ്റി ഭൈരവനെ പുറത്താക്കും. എന്നാൽ ഇതേ സമയം കോംപ്ലക്സിനുള്ളിലുണ്ടായിരുന്ന സുമ പ്രഗ്നന്റ് ആണ് എന്ന സത്യം അവളുടെ കൂട്ടുകാരി കൃപ അവിടെയുള്ള ഗാർഡിനോട് പറയുകയും ഗാർഡ് സുമയെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. എന്നാൽ ഇതേ സമയം തന്നെ ശംബാലയിൽ നിന്ന് വന്ന ആ പെൺകുഞ്ഞിനെ കൊല്ലാനായി കോംപ്ലക്സിനുള്ളിലുള്ള റോബോട്ട്സ് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണന്റെ ശാപം കിട്ടിയ അശ്വത്ഥാമാവ് അങ്ങോട്ടേക്ക് വന്ന് ആ കുഞ്ഞിനെ രക്ഷിക്കും. മെസ്കിന്റെ ആളുകൾ അങ്ങോട്ടേക്ക് വന്ന് സുമയുടെ എക്സ്ട്രാക്ട് എടുക്കാനായി അവളെ ചേംബറിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ഇതേ സമയം അശ്വത്ഥാമാവ് രക്ഷിച്ച ആ കുഞ്ഞ് അശ്വത്ഥാമാവിനോട് ചോദിക്കും നിങ്ങൾ ഈ ഭൂമി രക്ഷിക്കാൻ വന്ന ആളാണോ എന്ന്. എന്നാൽ അശ്വത്ഥാമാവ് പറയും ഞാൻ ഈ ഭൂമി രക്ഷിക്കാൻ വന്നതല്ല, ഒരമ്മയും കുഞ്ഞിനെയും രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് എന്ന്. എന്നാൽ ഇതേ സമയം എസ്കിനും ടീമും സുമയുടെ എക്സ്ട്രാക്ട് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവളുടെ കൂട്ടുകാരി അവളെ അവിടെ നിന്ന് രക്ഷിക്കും. കൃപ യഥാർത്ഥത്തിൽ ശംബാലയിൽ നിന്നുള്ള ഒരാളായിരുന്നു. കൃപ അങ്ങനെ അവളെ രക്ഷിച്ച് ശംബാലയിലെ തൻ്റെ ആളുകളുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇതേ സമയം കോംപ്ലക്സിന് പുറത്തുള്ള ഭൈരവന് ഒരു മെസ്സേജ് വരും. ഉമ എന്ന പേരുള്ള ഗർഭിണിയെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ കോംപ്ലക്സിൽ നിന്ന് 1 മില്യൺ യൂണിറ്റ് കിട്ടുമെന്നും ഈ യൂണിറ്റ് കിട്ടുവാണെങ്കിൽ തനിക്ക് ഇനിയുള്ള ജീവിതം കോംപ്ലക്സിനുള്ളിൽ ജീവിക്കാമെന്നും കരുതി ഭൈരവനും സുമയെ പിടിക്കാനായി തുനിഞ്ഞിറങ്ങും. എന്നാൽ കൃപ സുമയെ രക്ഷിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നതിനിടയിൽ കോംപ്ലക്സിനുള്ളിൽ നിന്ന് ആളുകൾ വന്ന് അവരെ പിടിക്കുമെങ്കിലും കൃപ സ്വന്തം ജീവൻ കളഞ്ഞ് സുമയെ രക്ഷിച്ച് ശംബാലയിലെ ആളുകളുള്ള സ്ഥലത്തേക്ക് അയക്കും. എന്നാൽ ഇതേ സമയം അശ്വത്ഥാമാവിന് ദൈവത്തെ വയറ്റിൽ ഗർഭിണിയാക്കിക്കൊണ്ട് ഒരു സ്ത്രീ ഉണ്ടെന്നും ഈ അവസരത്തിന് വേണ്ടിയാണ് താൻ ഇത്രയും കാലം കാത്തിരുന്നതെന്നും ഓർത്ത് അശ്വത്ഥാമാവ് സുമയെ രക്ഷിക്കാനായി അവളുടെ അടുത്തേക്ക് പോകാനായി ഒരുങ്ങും. അങ്ങനെ എസ്കിൻ സുപ്രീം എസ്കിന്റെ കാവൽക്കാരന്റെ അടുത്ത് വന്ന് ഈ കാര്യം പറയുമ്പോൾ കാവൽക്കാരൻ പറയും പെണ്ണിന്റെ വയറ്റിലുള്ളത് ദൈവത്തിന്റെ അവതാരമാണ്, നമ്മളെയൊക്കെ കൊല്ലാൻ വന്നതാണ്, അവളെ എത്രയും വേഗം സുപ്രീം എസ്കിന് പിടിച്ചു കൊടുക്കണമെന്ന് അയാൾ എസ്കിനോട് പറയും. ഇതേ സമയം ശംബാലയിലെ ആളുകളുടെ അടുത്തെത്തിയ സുമയെയും കൂട്ടി ശംബാലയിലെ ആളുകൾ അവളെ ഒരു വണ്ടിയിൽ കയറ്റി കാശിയിൽ നിന്ന് ശംബാലയിലേക്ക് കൊണ്ടുപോകാനായി ഒരുങ്ങുകയാണ്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലേക്ക് പെട്ടെന്ന് എസ്കിന്റെ ആളുകൾ എത്തുകയും അവർ ആ വണ്ടി പരിശോധിക്കുമ്പോൾ ആ വണ്ടിക്കുള്ളിൽ സുമ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അവർ ഓരോരുത്തരായി ആ വണ്ടിയെ ആക്രമിക്കാനായി പിന്നാലെ പിന്തുടർന്ന് വരികയും ചെയ്യും. എന്നാൽ അങ്ങനെ വന്നിരുന്ന എസ്കിൻ്റെ എല്ലാ ആളുകളെയും ആ വണ്ടിയിലുണ്ടായിരുന്ന ശംബാലക്കാരിയായ ഒരു പെണ്ണ് കൊല്ലുമെങ്കിലും ഏറ്റവും അവസാനം ശംബാലയിലെ ആ പെണ്ണിനെ അവന്മാർ കൊല്ലും. എന്നാൽ ഇതേ സമയം സുമയെ പിടിക്കാനായി ഭൈരവനും തൻ്റെ വണ്ടിയും എടുത്ത് അങ്ങോട്ടേക്ക് വരും. സുമയെ പിടിക്കാനായി ആ വണ്ടിക്ക് ചുറ്റും എസ്കിൻ്റെ ആളുകൾ വളയുമ്പോഴേക്കും അശ്വത്ഥാമാവ് മുമ്പ് രക്ഷിച്ച ആ പെൺകുഞ്ഞ് അങ്ങോട്ടേക്ക് വന്ന് പറയും നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പൊക്കോളാൻ. എന്നാൽ അപ്പോഴേക്കും എസ്കിൻ്റെ ആളുകൾ ആ കുഞ്ഞിനെ വെടിവെക്കാനായി ഒരുങ്ങുമ്പോഴേക്കും അതിശക്തനായ അശ്വത്ഥാമാവ് അങ്ങോട്ടേക്ക് വന്ന് എസ്കിന്റെ ആളുകളെ അടിച്ച് ചന്നം ഭിന്നമാക്കും. സുമയുടെ അടുത്തേക്ക് വന്ന അശ്വത്ഥാമാവ് പറയും ഞാനുള്ളപ്പോൾ മാതാവിനും മാതാവിന്റെ വയറ്റിലുള്ള കുഞ്ഞിനും ഒന്നും പറ്റില്ല എന്ന്. എന്നാൽ ഈ കാര്യമൊന്നും അറിയാതെ ഭൈരവനും അങ്ങോട്ടേക്ക് വരും. ആണ് സുമയെ പിടിച്ചു കൊടുക്കുന്നതെങ്കിൽ തനിക്ക് കോംപ്ലക്സിനുള്ളിൽ ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാമെന്നും കരുതി എൻ്റെ ആളുകളെ അടിച്ചു വീഴ്ത്തി സുമയെ പിടിച്ചുകൊണ്ട് എസ്കിന് കൊടുക്കാനായി ശ്രമിക്കുമെങ്കിലും ശക്തനായ അശ്വത്ഥാമാവിന്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിനധികം അടികൊണ്ട് ഭൈരവൻ തോറ്റുപോകും. അതിനുശേഷം സുമ തൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് എസ്കിൻ സുപ്രീം എസ്കിന്റെ കാവൽക്കാരനോട് വന്ന് പറയും. അതേസമയം ശംബാലയിലെ രാജ്ഞിയായ മറിയം ശംബാലയിൽ നിൽക്കുമ്പോഴേക്കും
സുമയെ രക്ഷിച്ചുകൊണ്ട് അശ്വത്ഥാമാവ് ശംബാലയിലേക്ക് വരും. അശ്വത്ഥാമാവിനെ കാണുമ്പോൾ അവരെല്ലാം ശത്രുക്കളാണെന്ന് വിചാരിക്കുമെങ്കിലും ഗർഭിണിയായ സുമ അവിടെ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ വർഷങ്ങൾക്ക് ശേഷം അവിടെ മഴ പെയ്യാൻ തുടങ്ങും. സുമയുടെ വയറ്റിലുള്ളത് ദൈവമാണെന്ന് മനസ്സിലാക്കിയ ശംബാലക്കാർ സുമയെ ആലിംഗനം ചെയ്ത് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. എന്നാൽ ഇതേ സമയം എസ്കിന്റെ ആളുകൾ ഭൈരവന്റെ അടുത്ത് വന്ന് പറയും, നിനക്ക് 1 മില്യൺ യൂണിറ്റ് കിട്ടാൻ വേണ്ടി നീ ഞങ്ങളുടെ ആളുകളെയും അടിച്ചു. നിനക്കിനി ഒരിക്കലും കോംപ്ലക്സിനുള്ളിൽ കയറാൻ കഴിയില്ല എന്നും പറഞ്ഞ് ഭൈരവനെ അവർ ബാൻ ചെയ്യും. ബാൻ ചെയ്ത വിഷമത്തിലിരിക്കുന്ന ഭൈരവന്റെ അടുത്തേക്ക് ശംബാലയിലെ ഒരു പയ്യൻ വന്ന് പറയും, നിനക്കിനി എന്തായാലും ഇവിടെ ജീവിക്കാൻ കഴിയില്ലല്ലോ, നിന്നെ ഞാൻ ശംബാലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറയും. അതിനുശേഷം ഭൈരവൻ എസ്കിന്റെ അടുത്ത് വന്ന് പറയും, ശംബാലയിൽ പോയി ആ പെണ്ണിനെ ഞാൻ പിടിച്ചുകൊണ്ടുവരാം. അവളെ ഞാൻ പിടിച്ചുകൊണ്ടുവന്നാൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ എന്നെ കോംപ്ലക്സിനുള്ളിൽ താമസിപ്പിക്കണമെന്ന് ഡീലുണ്ടാക്കും. ഇതേസമയം ശംബാലയിലെ ആ കുഞ്ഞ് അശ്വത്ഥാമാവിനോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഈ വടി പിടിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അശ്വത്ഥാമാവ് പറയും, സാധാരണ ഒരു വടിയല്ല, മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ അർജുനന് പോലും ഈ ആയുധത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതെന്റെ ജ്യേഷ്ഠന്റെ ആയുധമാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ പെട്ടാൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്ന് പറയും. എന്നിട്ട് അശ്വത്ഥാമാവ് സുമയുടെ അടുത്ത് വന്ന് പറയും, അമ്മയുടെ വയറ്റിലുള്ളത് കൽക്കി അവതാരമാണ്, അവളെ സംരക്ഷിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യമെന്ന് പറയും. എന്നാൽ ഇതേ സമയം ഭൈരവന് ശംബാലയിലെ ആ പയ്യൻ ശംബാലയിലേക്ക് വരാനുള്ള വഴി കാണിച്ചു കൊടുക്കും. അപ്പോഴേക്കും ഭൈരവൻ അശ്വത്ഥാമാവിൻ്റെ അടുത്തേക്ക് വന്ന് സുമയെ കൊണ്ടുപോകാനായി യുദ്ധം ചെയ്യുമെങ്കിലും അശ്വത്ഥാമാവ് അവനെ അടിച്ചിടും. എന്നാൽ ഏറ്റവും അവസാനം എന്തൊക്കെയോ ടെക്നോളജി ഉപയോഗിച്ച് ഭൈരവൻ അശ്വത്ഥാമാവിനെ അടിച്ചു വീഴ്ത്തും. എന്നാൽ ഇതേ സമയം എസ്കിന്റെ ആളുകളും അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നാൽ എസ്കിന്റെ ആളുകൾ ശംബാലയെ ആക്രമിക്കാൻ വരുന്നത് കണ്ട മറിയം ഉടനെ തന്നെ ഭൈരവന്റെ കയ്യിൽ നിന്നും സുമയെ രക്ഷിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ എസ്കിന്റെ ആളുകൾ മറിയത്തെയും സുമയെയും പിടിച്ചുകൊണ്ട് പോകും. മറിയം എസ്കിനോട് യുദ്ധം ചെയ്ത് നോക്കുമെങ്കിലും ഒടുവിൽ അവർ മറിയത്തെ കൊല്ലുകയും സുമയെ മലയുടെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്കിടുകയും ചെയ്യും. എന്നാൽ അപ്പോഴേക്കും അശ്വത്ഥാമാവും ഭൈരവനും കൂടി ചേർന്ന് അവളെ രക്ഷിക്കും. എന്നിട്ട് അശ്വത്ഥാമാവ് ഭൈരവനെ അടിച്ച് ദൂരേക്ക് എടുത്തിടും. എന്നാൽ അതിനിടയിൽ അശ്വത്ഥാമാവിന്റെ കയ്യിലിരുന്ന വടി ഭൈരവന്റെ കയ്യിൽ പെടും. അതേസമയം അശ്വത്ഥാമാവിനെ ലോക്ക് ചെയ്ത് എസ്കിനും ആളുകളും സുമയെ പിടിച്ചുകൊണ്ട് പോകാനായി ഒരുങ്ങും. എന്നാൽ അശ്വത്ഥാമാവിന്റെ വടി തന്റെ കയ്യിൽപ്പെട്ട ഭൈരവന് പെട്ടെന്ന് എന്തോ ശക്തി കിട്ടിയതുപോലെ തന്നെ എസ്കിനെയും അവന്റെ ആളുകളെയും അടിച്ചു വീഴ്ത്തി എല്ലാവരെയും കൊന്ന് സുമയെ അശ്വത്ഥാമാവിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ അശ്വത്ഥാമാവിന്റെ അടുത്തേക്ക് നടന്നു വരുന്നതിനിടയിൽ ഭൈരവന്റെ കയ്യിലിരുന്ന ആ വടി താഴേക്ക് വീഴുകയും ഭൈരവന്റെ സ്വഭാവം വീണ്ടും മാറുകയും ഭൈരവൻ സുമയെയും കൊണ്ട് സുപ്രീം എസ്കിന്റെ അടുത്തേക്ക് പോകാനായി ഒരുങ്ങുകയും ചെയ്യും. ഇത് കാണുന്ന അശ്വത്ഥാമാവിന് മനസ്സിലാവും, ഭൈരവൻ സാധാരണ ഒരു മനുഷ്യനല്ല, തൻ്റെ ജ്യേഷ്ഠനായ കർണനായിരുന്നു. അർജുനന് പോലും നേരിട്ട് തോൽപ്പിക്കാൻ കഴിയാത്ത കർണനാണ് ഇപ്പോൾ ഭൈരവനായി ജീവൻ എടുത്തിരിക്കുന്നത്. എന്നാൽ അതിനുശേഷം സുപ്രീം എസ്കിന്റെ കാവൽക്കാരൻ സുമയെ മുമ്പ് എക്സ്ട്രാക്ട് ചെയ്തപ്പോൾ ലഭിച്ച ഒരു ഡ്രോപ്പ് എക്സ്ട്രാക്ട് കൊണ്ടുപോയി സുപ്രീം എസ്കീമിന് കൊടുക്കുകയും ആ എക്സ്ട്രാക്ട് ഉപയോഗിച്ചപ്പോൾ തന്നെ എസ്കിന്റെ പാതി ആരോഗ്യവും തിരിച്ചു വന്ന് അയാൾ ശക്തനായിരിക്കുന്നതാണ്. ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. അടുത്ത എന്താണ് നടക്കുന്നതെന്ന് നമുക്കിതിൻ്റെ 2ാം ഭാഗത്തിൽ കാണാം. അത് ഇഷ്ടമായെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കണം.